Welcome to the part 2 of career options for commerce students. 10th in the list is fintech specialist. ഇന്ത്യയിൽ ഏകദേശം 7 lakh to 12 lakh ആണ് ആനുവൽ ആവറേജ് സാലറീസ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. ഹൈ റേഞ്ചിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഓവർസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 90,000 യൂറോസ് ഓർ $90,000 തൊട്ട് മേളിലോട്ടാണ് ഒരു പ്രൊഫഷണൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. അപ്പർ ലിമിറ്റ് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസി ഓർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു വേൾഡിലാണ്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ എത്രത്തോളം ഇൻപുട്സ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഒരു റിസർച്ച് മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്രൊഫഷണലാണോ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിന് ഒരു സീലിംഗ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ഒരു കാലഘട്ടം വരെ സങ്കല്പത്തിൽ പോലും കാണാൻ പറ്റാതിരുന്ന കുറച്ചധികം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 രൂപയ്ക്ക് ഒരു നാരങ്ങാവെള്ളം കുടിച്ചാൽ പോലും നമുക്ക് ഗൂഗിൾ പേയോ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ക്രിപ്റ്റോ കറൻസി അതുപോലുള്ള ഡിജിറ്റൽ കറൻസികളുടെ ഒരു വേൾഡാണ് ഗ്ലോബലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും അധികം താമസിക്കാണ്ട് ഇതൊക്കെ തന്നെ ലീഗലൈസ്ഡ് ആവുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ, ബ്ലോക്ക് ചെയിൻ ഫിനാൻസ്, നിയോ ബാങ്കിങ്, റോബോ അഡ്വൈസേഴ്സ് തുടങ്ങിയ മേഖലകളിൽ ഇതിനുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് അനന്തമാണ്. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഫിൻടെക് വിൽ ബി എ ഗോൾഡ് മൈൻ. 2030 5 ഇരട്ടിയാണ് ഫിൻടെക് മാർക്കറ്റ് ഇന്ത്യയെ മാത്രം ഗ്രോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സങ്കല്പിക്കാം ആ ഒരു മേഖലയിൽ എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ പോകുന്നതെന്നുള്ളത്. ഇന്ത്യയിൽ ഇത്രയാണ് വരുന്നതെങ്കിൽ ഓൾറെഡി ഈ ഗ്രോത്ത് റേറ്റ് ഉള്ള കൺട്രീസിൽ എത്രയായിരിക്കും ഗ്രോത്ത് റേറ്റ് വരിക? ബിയോണ്ട് ഇമാജിനേഷൻ. 11th ഇൻ ദ ലിസ്റ്റ് ഈസ് ഇ കൊമേഴ്സ് മാനേജർ. നമ്മൾ ജീവിക്കുന്നത് ഒരു ഓൺലൈൻ വേൾഡിലാണ്. ഓൺലൈൻ പർച്ചേസുകൾ ഓരോ ദിവസം കഴിയും തോറും ബൂം ചെയ്യുന്നെന്ന് തന്നെ പറയുന്നത് തന്നെയായിരിക്കും ശരി. ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഷോപ്പിഫൈ, മിന്ത്ര എന്ന് തുടങ്ങി ചുക്കിനും ചുണ്ണാമ്പിനും വരെ ഓൺലൈൻ സൈറ്റിനെ ആശ്രയിക്കുന്ന ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ ഈ ഒരു സെഗ്മെൻറ്റ്സിലേക്കുള്ള റോൾസാണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. ഇതിനുള്ള പ്രസൻറ്റ് സ്കോപ്പ് തന്നെ ബിഗ് ആണ്. ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. 12th ഇൻ ദ ലിസ്റ്റ് ഈസ് ഡിജിറ്റൽ മാർക്കറ്റർ. നമുക്കറിയാം നമ്മളൊരു ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഡിജിറ്റൽ വേൾഡിലെ ഒരു യൂത്ത് ആയിട്ടുള്ള ഒരാൾ ആവറേജ് 4+ hours ആണ് ഈ ടെക് ഡിവൈസസിൽ, ഫോൺ പോലുള്ള ഡിവൈസസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരെ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റലി തന്നെ മാർക്കറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പോലും അവരുടെ കണ്ണുകൾ ഫോണിൽ മാത്രമായിരിക്കും ഇരിക്കുന്നത്. സോ ആ ഒരു ഫോണിൽ അവർ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ അവരുപയോഗിക്കുന്ന ആ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലെ ആപ്ലിക്കേഷൻസിൽ മാർക്കറ്റ് ചെയ്തിട്ട് മാത്രമേ കമ്പനീസിന് കാര്യമുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റ് ഒരു ബൂമിങ് സെഗ്മെൻറ്റാണ്. ആവറേജ് സാലറീസ് തന്നെ ഏകദേശം 5 lakh to 12 lakh per annum വരുന്നുണ്ട്. ഫ്രീലാൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോലും ഈ ഒരു സെഗ്മെൻറ്റ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഏകദേശം 2 lakhന് മുകളിൽ തന്നെ ഫ്രീലാൻസേഴ്സിന് ഈ സെഗ്മെൻറ്റിൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം സ്പെഷ്യലിസ്റ്റ് വേണേൽ മാത്രമായിട്ട് ഒരാൾക്ക് വർക്ക് ചെയ്യാം. യൂട്യൂബ് സ്പെഷ്യലിസ്റ്റ് മാത്രമായിട്ട് വേണേൽ വർക്ക് ചെയ്യാം. കണ്ടൻറ് ക്രിയേറ്റർ ആവാം. ഇനി അതുപോലെ തന്നെ ബ്ലോഗിങ്ങിൻ്റെ റിലേറ്റഡ് അല്ലെ പോഡ്കാസ്റ്റ് റിലേറ്റഡ് സ്പെഷ്യലിസ്റ്റ് ആവാം. ഇനി സെർച്ച് എൻജിൻസ് റിലേറ്റ് ചെയ്തുള്ള സ്പെഷ്യലിസ്റ്റുകളാവാം. അങ്ങനെ അനവധി ഓപ്പർച്യൂണിറ്റീസ് ഈ സെഗ്മെൻറ്റിനകത്തുണ്ട്. അപ്പം എപ്പോഴും ഈ സെഗ്മെൻറ്റിലേക്ക് പോകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫേസ് ലെവലിലുള്ള നോളജ് എടുക്കാണ്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിലെങ്കിലും ഡീപ്പ് ഡൗൺ ഡിഗ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഫീൽഡ് സൂപ്പർ ഫീൽഡാണ്. ഇത് ഈ ഒരു ഫീൽഡിൽ പ്രത്യേകിച്ചും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനേക്കാൾ ഉപരി നമ്മുടെ ആ ഒരു സ്കില്ലിനാണ്. എല്ലാ മേഖലയിലും സ്കില്ലിനാണ് പ്രാധാന്യമെങ്കിലും ഈ മേഖലയിൽ പ്രത്യേകിച്ചും സ്കില്ലിനാണ് പ്രാധാന്യം. ഞാനത് എന്തുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഇന്ത്യയിലത്തെ ലീഡിങ് കോച്ചുണ്ട്. ആളുടെ കറണ്ട് ഇൻകം തന്നെ 30 to 40 lakh per month ആണ് വരുന്നത്. സോ ആള് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇറ്റ്സ് അപ് ടു യു. 13th ഇൻ ദ ലിസ്റ്റ് ഈസ് ഓൺട്രപ്രനിയർ അഥവാ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ. പണ്ടൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്തെല്ലാം നൂലാമാലകളാണ്. ഇന്ന് വെർച്വലി തന്നെ, അതായത് നമ്മൾ എവിടെയാണോ ഇവനൊരു
വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ട് ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി അതിനുള്ള ലീഗൽ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തും വിരലിലുണ്ടാകുന്ന ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ഒരു സോൾ പ്രൊപ്പറേറ്ററായിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇന്ത്യയിലത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ ഏകദേശം 40% മേളിൽ ഉള്ള യൂണിക്കോൺ ഫൗണ്ടേഴ്സും കൊമേഴ്സ് തന്നെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. സോ ഇപ്പോഴത്തെ ഒരു വേൾഡിൽ പ്രത്യേകിച്ച് നമ്മളൊരു ഗിഗ് എക്കണോമിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു തൊഴിൽ ദാതാവ് അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞ ലെവലിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി അതും ലോകമെമ്പാടുമുള്ള ക്ലയൻസിനെ നമുക്ക് വിരൽത്തുമ്പിൽ വെച്ച് തന്നെ അട്രാക്റ്റ് ചെയ്യാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഈ ഒരു വേൾഡിലുണ്ട്. സോ അത് യൂസ് ചെയ്യേണ്ടവർക്ക് അതും ഒന്നൊന്നര ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനും കേരള സ്റ്റാർട്ടപ്പ് മിഷനും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയും എന്ന് വേണ്ട ഒത്തിരി ഗവൺമെൻറ് സ്കീംസ്, സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഒത്തിരി സ്കീംസ് ഉണ്ട്. അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, അല്ലെ ഇനിയിപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട്സിൽ തന്നെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുണ്ട്, അവരൊക്കെ ആയിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു പേരാണ് MSME. ഈ ടേംസൊക്കെ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവരുടെയൊക്കെ തന്നെ ഒത്തിരി ഫ്രീ ആയിട്ട് തന്നെയുള്ള വളരെ യൂസ്ഫുൾ പ്രോഗ്രാംസ് ഉണ്ട്. ഞാനും ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഇത്രയും റിസോഴ്സസ് ഗവൺമെൻറ് സംവിധാനങ്ങൾ തന്നെ നമുക്ക് തരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. സോ അത് വൺസ് ചെറുതായിട്ടെങ്കിലും ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി വിത്തൗട്ട് മച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹൂനോസ് ഏതെങ്കിലും ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സോ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റോ ഒക്കെയാണ് ഈ ചെറുതായിട്ട് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ അതിൻ്റെ സാധ്യതകൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ ചിന്തിക്കുന്നവർക്ക് അതിനുള്ള വഴികളും ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളതാണ് ട്രൂത്ത്. 14th in the list ഈസ് ലോയർ. കോർപ്പറേറ്റ് ആൻഡ് ടാക്സേഷൻ സെഗ്മെൻറ്റിലെ ഒരു ലോയർ, ആ ഒരു ഇതാണ് കൊമേഴ്സ് സെഗ്മെൻറ്റിലെ ഒരു ലോയർ എന്ന് പറയുമ്പോൾ. BCom + LLB അതാണ് ഐഡിയലി ഈ ഒരു സെഗ്മെൻറ്റിന് വേണ്ട ഗ്രാജുവേഷൻ. ഇനി ഓവർസീസിലാണെങ്കിൽ അതുപോലെ കോർപ്പറേറ്റ് ലോ പോലത്തെ മാസ്റ്റേഴ്സിൽ ലോ സബ്ജക്ട്സ് എടുത്ത് വേണമെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ ഒരു ലീഗൽ കൺസൾട്ടൻ്റ് ആവാൻ വേണ്ടി പോസിബിലിറ്റി ഉണ്ട്. ഇന്ത്യയിൽ ഏകദേശം അപ് ടു ഒരു 10 lakh വരെ ആനുവൽ സാലറിക്ക് പോസിബിലിറ്റി ഉണ്ട്. വിദേശത്ത് $1 lakh മേളിൽ വരെ സാലറിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഫീൽഡിലുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡ് സ്പെഷ്യലിസ്റ്റ് ഓർ എക്സ്പോർട്ട് മാനേജർ 15th in the list. സോ ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും എല്ലാ സെഗ്മെൻറ്റിലും ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു ഫീൽഡിലാണ്. ചെറിയ ഒരു മുട്ടുസൂചി തൊട്ട് ഒരു നല്ല ഭാരമുള്ളൊരു ഫ്രിഡ്ജ് വരെ വേണമെങ്കിലും ഇന്ന് വിരൽ തുമ്പിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്താൻ പറ്റുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിൽ അനവധി ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഏകദേശം 6 to 15 lakh വരെ ആനുവൽ സാലറീസിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം $70,000 തുടങ്ങി അപ്പർ ലിമിറ്റ് പറയാൻ പറ്റില്ല, ആ ഒരു റേഞ്ചിൽ നമുക്ക് സാലറിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. FMCG അഗ്രി എക്സ്പോർട്സ് ഒക്കെ തന്നെ ഇപ്പം വേറൊരു ലെവലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ മാൻ, ബ്രോക്കേഴ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കൾട്ടിവേറ്റ് ചെയ്യുന്നവർക്ക് തന്നെ അല്ലെങ്കിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് തന്നെ ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇത് യൂട്ടിലൈസ് ചെയ്ത് ഓണ്ടർപ്രിനേഴ്സ് ആവുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആവുന്നവരുണ്ട്. അവർക്ക് വേണ്ട ഒരു റോളാണ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തത്. സോ ഇതിൻ്റെ സാധ്യത അനന്തമാണ്. ഈ 15 റോൾസിനോടൊപ്പം തന്നെ ഒരു പ്രോ ടിപ്പും കൂടെ ഷെയർ ചെയ്യട്ടെ. ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജും കൂടെ എങ്കിലും പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലോബലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഒരു റീസണും കൂടെ ആവും. പ്രത്യേകിച്ച് ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ഈവൻ അറബിക് പോലുള്ള ലാംഗ്വേജ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ, കാരണം ഇത് നമ്മൾ ഈ കൊമേഴ്സ് റോൾസിലെല്ലാം തന്നെ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ നല്ല പോലെ വേണ്ടി വരുന്ന ഒരു റോളാണ്. സോ ലാംഗ്വേജിലുള്ള ഒരു പ്രാവീണ്യം കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര വലിയ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ്സ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അക്കൗണ്ട്സ് നമ്പേഴ്സ് മാത്രമല്ല,
ട്രേഡ് ബിസിനസ് മേഖലയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും, പ്രത്യേകിച്ച് ടെക് ഇത്രയധികം ഗ്രോ ചെയ്യുന്നൊരു വേൾഡിൽ കൊമേഴ്സ് ആൻഡ് ബിസിനസ് റോൾസ് ബൂം ചെയ്യുക തന്നെ ചെയ്യും. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, ഡിഗ്രീസിനേക്കാൾ ഉപരി സ്കിൽസിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഡിഗ്രീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ ഡിഗ്രീസ് എടുക്കാനും മൈൻഡ്ഫുൾ ആയിരിക്കണം. ഡിഗ്രീസ് എന്ന് പറയുമ്പോൾ അത് മാസ്റ്റേഴ്സ് ലെവലിലാവാം, UG ലെവലിലും ആവാം. നിങ്ങൾക്കിതിൽ ഏത് കരിയർ ഓപ്ഷനാണ് ഇഷ്ടമായത്? പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ മിക്കവാറും കരിയർ ഓപ്ഷൻസിനെ കുറിച്ചും കൺട്രീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ് ഓൾസോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ദിസ് ചാനൽ. സീ യു ഇൻ അനദർ വീഡിയോ.